Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah rabbil alamin wassalatu wassalamu ala rasulil mu'min wa ala alihi wa sahbihi ajma'in wa ala man tabi'ahum ila yaumil. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹുവേ അനുഗ്രഹിക്കണേ. ഒരു കടയുടെ അടുത്ത് തന്നെ അതേ ഒരു കട തുറക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, നമ്മുടെ കച്ചവടത്തിൽ ഒഴിവായിട്ടാണ്, മഞ്ഞുവാരിട്ടാണ് എന്നൊക്കെ പറയും. ചെറിയ ചെറിയ കടകൾക്ക് വലിയ വലിയ കടകൾ തുടങ്ങുമ്പോഴും പലരും അഭിപ്രായങ്ങൾ പറയും. നമുക്ക് അത്തരം പ്രയാസങ്ങളൊക്കെ ദുനിയാവിൽ ഉള്ളതാണ്. ക്ഷമിച്ചാൽ നമുക്ക് പ്രതിഫലം ലഭിക്കും. അതോടൊപ്പം ഓരോരുത്തരും അവനവന്റെ യുക്തിയും ബുദ്ധിയും ഉൾക്കൊണ്ട് അത്തരം മാറ്റങ്ങൾ വരുത്തിയാൽ അത് ഉപകാരപ്പെടും. അല്ലാഹു കഴിയട്ടെ. എല്ലാവർക്കും ഏറ്റെടുക്കാവുന്ന, എല്ലാവർക്കും ചെയ്യാവുന്ന, എല്ലാവർക്കും ചെയ്യിക്കാവുന്ന ഒരു വ്യാപാരമാണ് അല്ലാഹു നൽകുന്ന സന്ദേശം. വേദനിപ്പിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കച്ചവടം പറഞ്ഞേരട്ടെ. അതാണ് ഇസ്ലാം. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ നല്ലത് പ്രചരിപ്പിക്കാൻ, ചിട്ടയിൽ നിന്ന് തടയാൻ, തെറ്റിച്ച് കാണുമ്പോൾ അത് അരുത് എന്ന് പറയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, ലോകത്തുള്ള എല്ലാവർക്കും ഇടയിൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുമ്പോൾ ഈ കച്ചവടം എല്ലാവർക്കും പറ്റും. ആർക്കും അസൂയ ആവശ്യമില്ല, ആർക്കും പ്രയാസവുമില്ല. എല്ലാവരും നന്നാകട്ടെ എന്ന വിചാരം ഉപകാരപ്പെടും. അല്ലാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണേ. എല്ലാം കേട്ട് ഏറ്റവും നല്ലത് പിൻപറ്റുന്നവരിൽ അല്ലാഹുവേ ഉൾപ്പെടുത്തണം. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലുമുള്ളവർക്ക് ശിഫ നൽകണേ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, കുടുംബാദികൾ, എല്ലാ വിശ്വാസികൾക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണം. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله على خاتم النبيين والمرسلين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.